വെൽക്കം ടു റിനീഷ സി എസ് എഡു വേൾഡ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ സെർച്ചിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ലീനിയർ സെർച്ച് പെർഫോം ചെയ്യുന്നത്, അതാണ് പഠിക്കാൻ പോകുന്നത്. സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് എലിമെൻറ്റിൻ്റെ അകത്തുനിന്ന് ഒരു എലിമെൻറ്റ് പ്രസൻറ്റ് ആണോ അല്ലയോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഉണ്ടോ, ഒരു പർട്ടിക്കുലർ എലിമെൻറ്റ് പ്രസൻറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് സെർച്ചിങ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ വൺ ഓഫ് ദ സെർച്ചിങ് മെത്തേഡ് ആണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. ഒരു വൺ ഓഫ് ദ സെർച്ചിങ് മെത്തേഡ് ആണ്. അപ്പം ലീനിയർ സെർച്ചിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ലീനിയർ സെർച്ച് ഇസ് എ സീക്വൻഷ്യൽ സെർച്ച്. അതിൻ്റെ അകത്ത് ഓരോ എലിമെൻറ്റും സെറ്റ് ഓഫ് എലിമെൻ്റ് ഉണ്ട്, അതിനെ സ്റ്റോർ ചെയ്യുന്ന അറേക്കകത്താണ്. അപ്പം അതിൻ്റെ അകത്ത് ഓരോ എലിമെൻറ്റിനെ എടുത്ത് സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സീക്വൻഷ്യൽ ആണ്. ആദ്യത്തേത് കഴിഞ്ഞു, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ ചെക്ക് ചെയ്ത് പോവാണ്. അരയുടെ എൻഡ് വരെയാണ് ചെക്ക് ചെയ്യുന്നത്. which uses a loop to step through an array starting with the first element. ഫസ്റ്റ് എലിമെൻറ്റിൽ നിന്ന് തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ആ അരയുടെ എൻഡിങ് വരെ ചെന്ന് നോക്കും ആ പർട്ടിക്കുലർ എലിമെന്റ് പ്രസന്റ് ആണോ അല്ലയോ എന്ന്. ഓക്കെ, ഇറ്റ് കമ്പയർസ് ഈച്ച് എലിമെന്റ് വിത്ത് ദ വാല്യൂ ബീങ് സെർച്ച്ഡ്. നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പൊ ആ വാല്യൂ ഉണ്ടോ എന്നുള്ളത് ഓരോ എലിമെന്റുമായിട്ടും പോയി ചെക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് സ്റ്റോപ്പ് വെൻ ഐദർ വാല്യൂ ഇസ് ഫൗണ്ട്. ഒന്നീ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? വാല്യൂ ഉണ്ടെങ്കിൽ. ഓക്കെ, ഈക്വൽ ആണോ നോക്കി, ഈക്വൽ ആകുവാണെങ്കിൽ വാല്യൂ ഇസ് ഫൗണ്ട്. അല്ലെങ്കിലോ ആരേക്കകത്തെ ഫുൾ എലിമെന്റ് ചെക്ക് ചെയ്തു, ഓക്കെ, ഇനി എലിമെന്റ് ഒന്നുമായിട്ട് ഈക്വൽ ആകുന്നില്ല. അപ്പം അങ്ങനെ രണ്ട് കണ്ടീഷനിൽ നമുക്ക് സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യുന്ന എങ്ങനെ? കമ്പയറീവാണ്. ഒരു സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് എലിമെന്റ് കാണും. ആ എലിമെന്റിന്റെ അകത്ത് ഓരോ എലിമെന്റ് അരയ്ക്കകത്ത് ഓരോ എലിമെന്റും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, ഈക്വൽ ആണോ എന്നുള്ളത്. അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് രണ്ട് കണ്ടീഷനാണ്. ഒന്നെന്ന് പറഞ്ഞെങ്കിൽ വാല്യൂ അതിൻ്റെ അകത്ത് ഉണ്ട്, അരയ്ക്കകത്ത് വാല്യൂ ഉണ്ട്, ഓക്കെ, ഈക്വൽ ആയി, അങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയ്ക്കകത്ത് എല്ലാ എലിമെന്റും നോക്കി, പക്ഷെ ഒരിടത്തും കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആവുന്നില്ല. അപ്പം എന്താണ്? എലിമെന്റ് ഈസ് നോട്ട് ഫൗണ്ട് ആണ്. ഇഫ് ദ വാല്യൂ ബീങ് സെർച്ച്ഡ് ഈസ് നോട്ട് ഇൻ അറേ, അൽഗോരിതം വിൽ അൺസക്സസ്ഫുള്ളി സെർച്ച് ടു ദ എൻഡ് ഓഫ് ദ അറേ. അപ്പൊ വാല്യൂ നമ്മൾ സെർച്ച് ചെയ്തു, ആ എലിമെന്റ്, ആ ഒരു സെർച്ച് ചെയ്ത എലിമെന്റ് അരയ്ക്കകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അൺസക്സസ്ഫുള്ളി ആയിരിക്കും സെർച്ചിങ് എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. ഇഫ് ദ അറേ എലിമെന്റ് ആർ സ്റ്റോർഡ് ഇൻ എ ലീനിയർ ഓർഡർ. അപ്പം നമ്മൾ ഇവിടെ അറേ എലിമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത് ലീനിയർ ഓർഡറിലാണ്. സെർച്ച് ദ എലിമെന്റ് ഇൻ ദ ലീനിയർ ഓർഡർ. അപ്പം അരയ്ക്കകത്ത് എലിമെന്റ് എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയാം, അല്ലേ? 10 എലിമെന്റ് ഉണ്ടെങ്കിൽ 1, 2, 3 അങ്ങനെ 10 പൊസിഷൻസിനകത്ത് എലിമെന്റ്സ് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെയായിരിക്കും നമ്മൾ സെർച്ചിങ്ങും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സെർച്ചിങ് എന്ന് പറയുന്നത് ഈസിയുമാണ്, എഫിഷ്യൻറ്റുമാണ്. ഓക്കെ, സെർച്ചിങ് മേ ബി സക്സസ്ഫുൾ ഓർ അൺസക്സസ്ഫുൾ. നമുക്ക് സെർച്ചിങ് ഒന്നുകിൽ സക്സസ്ഫുൾ ആകാം, അല്ലെ അൺസക്സസ്ഫുൾ ആവാം. സക്സസ്ഫുൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെർച്ച് ചെയ്യുന്ന എലിമെന്റ് അരയ്ക്കകത്തുണ്ട്, അതാണ് സക്സസ്ഫുൾ. അൺസക്സസ്ഫുൾ എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലിമെന്റ് അരയ്ക്കകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അൺസക്സസ്ഫുൾ ആണ്. അപ്പൊ ലീനിയർ സെർച്ച് അൽഗോരിതം എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു അരയുണ്ട്, സെർച്ച് ചെയ്യാനായിട്ട് ഒരു വാല്യൂ ഉണ്ട്, അതാണ് എക്സ്. അരയ്ക്കകത്ത് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണ്. അപ്പൊ ഐയുടെ വാല്യൂ, അരയ്ക്കകത്ത് ഇൻഡെക്സ് കാണിക്കാനാണ് ഈ ഐ യൂസ് ചെയ്തേക്കുന്നത്. ഐ എന്ന് പറയുന്നത് 1 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കുക, എപ്പോഴും ഐ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്പർ ഓഫ് എലിമെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സിനെയാണ് ഇവിടെ കാണിച്ചിട്ട് എൻ എന്ന് പറയുന്നത്. എൻ എന്തായിരിക്കും? ലെസ് ദാൻ, ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ എൻ ആണോ എന്ന് നോക്കുക. ലെസ് ദാൻ എൻ ആണ്, സോറി, ഗ്രേറ്റർ ദാൻ എൻ ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇഫ് ഐ ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് അരയ്ക്കകത്ത് നമ്മൾ എലിമെന്റ് ഫുള്ള് സെർച്ച് ചെയ്ത് കഴിഞ്ഞു എന്നാണ് മീനിങ്. ഓക്കെ, അതായത് ഐ ആണ് ഇവിടുത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞേക്കുന്നത്, എൻ എന്ന് പറയുന്ന മാക്സിമം എലിമെന്റ്സ്, നമ്പർ ഓഫ് എലിമെന്റ്സ് ആണ്. അപ്പൊ ഐയുടെ വാല്യൂ ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഐ ഗ്രേറ്റർ ദാൻ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയ്ക്കകത്ത് എലിമെന്റ് ഫുള്ള് നമ്മൾ നോക്കി എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 7. ഓക്കെ, ചെന്ന് നോക്കി അതൊന്നും ഈക്വൽ ആകുന്നില്ലെങ്കിൽ എന്ത് വരും? പ്രിന്റ് എലിമെന്റ് ഇസ് നോട്ട് ഫൗണ്ട്. ചെക്ക് ചെയ്തു, പക്ഷെ എന്താണ്? എലിമെന്റ് നോട്ട് ഫൗണ്ട് ആണ്. കണ്ടോ? അതാ പറഞ്ഞേ. അപ്പൊ ഐ എന്ന് പറയുന്നത് ഇനിഷ്യലി 1 ആയിരുന്നു, അത് നമ്മൾ നോക്കി ഇഫ് ഐ ഗ്രേറ്റർ ദാൻ എൻ ആണോ എന്ന് നോക്കി, ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 7.
നമുക്ക് അൺസക്സസ്ഫുൾ സെർച്ച് ആണ്, എലിമെന്റ് ഇല്ല. അപ്പം ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് ഐ ഈക്വൽ ടു എ ഓഫ് ഐ എന്ന് പറയുമ്പം അരയ്ക്കകത്തെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് അരേ എന്ന് വിചാരിക്കുക. ഓക്കെ, 2 4 8 12 3. അപ്പം നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് 8 ആണ്. എക്സ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പം നമ്മൾ നോക്കുന്നത് എ ഓഫ് ഐ, ഇത് 1 2 3 തൊട്ടിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഇതിൻ്റെ ഇൻഡെക്സ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം ഇഫ് എ ഓഫ് ഐ ഈക്വൽ ടു എക്സ്, എ ഓഫ് ഐ എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ടു എക്സ് ആണോ നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഐ ഈസ് ഐ ടു ഐ പ്ലസ് 1, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ഐ എന്ന് പറയുന്നത് 1 എന്ന് മാറി 2 ആയി. പിന്നെ എന്താ ചെയ്യുക, സ്റ്റെപ്പ് 2ലേക്കാണ് പോകുന്നത്. ഐ ഗ്രേറ്റർ ദാൻ എൻ ആണോ? അല്ല എന്നുണ്ടെങ്കിൽ എ ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഇപ്പം എ ഓഫ് 2 ആണ്. എ ഓഫ് 2 എന്ന് പറയുന്നത് 4 ആണ്. 4 ഈക്വൽ ടു 8 ആണോ നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഐ ടു ഐ പ്ലസ് 1, ഐ എന്ന് പറയുന്നത് 2 ആയിരുന്നു, ഇനിയിപ്പോൾ എന്തായി 3 ആയി. ഗോ ടു സ്റ്റെപ്പ് 2 എന്ന് പറയാം, പിന്നെ ഇങ്ങോട്ടാണ് പോകുന്നത്. ഐ എന്ന് പറയുന്നത് ഇപ്പം 3 ആണ്. 3 ഗ്രേറ്റർ ദാൻ 5 ആണോ നോക്കും. അല്ലെങ്കിൽ ഇവിടെ എ ഓഫ് 3 എന്ന് പറയുന്നത് 8 ആണ്. 8 ഈക്വൽ ടു 8 ആണോ നോക്കും. യെസ്, അങ്ങനെ ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 6 എന്നാണ് പറഞ്ഞത്. ഈക്വൽ ആവുകയാണെങ്കിൽ 6ൽ പോവാം. 6ൽ പോവാന്ന് പറഞ്ഞാൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താണ്, സക്സസ്ഫുൾ സെർച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് എലിമെന്റ് എക്സ് ഈസ് ഫൗണ്ട് അറ്റ് ഇൻഡെക്സ് ഐ. എക്സ് എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്, 3 എന്ന് പറയുന്ന പൊസിഷൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് അൽഗോരിതം. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ലീനിയർ സെർച്ച് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് ഇതാണ് അരയ്ക്കകത്ത് എലിമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് -86 ആണ് സെർച്ച് ചെയ്യേണ്ടത്. ലീനിയർ സെർച്ച് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് തൊട്ടിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. ഈ കിടക്കുന്ന ഈ ഒരു പൊസിഷനിൽ കിടക്കുന്ന എലിമെന്റ് നോക്കും. -23 ഈക്വൽ ടു -86 ആണെന്ന് നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്ത എലിമെന്റ് ആയിട്ട് നോക്കും. കണ്ടോ, അപ്പം അടുത്ത എലിമെന്റ് എന്ന് പറയുന്നത് 97 ആണ്. 97 ഈസ് ഈക്വൽ ടു -86 ആണോ നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇത് അടുത്തടുത്ത് ഇവിടോട്ട് വന്നിട്ട് ഇവിടോട്ട് വരും, ഇതുമായിട്ട് ചെക്ക് ചെയ്യും. അപ്പം ഇവിടെ 18 ആണ്. 18 ഈക്വൽ ടു -86 ആണോ നോക്കും. അല്ലെങ്കിൽ എന്ത് വരണം, ഇത് അടുത്ത പൊസിഷൻ്റെ അകത്തോട്ട് വരണം. ഓക്കെ, 21 ആണ്. 21 ഈസ് ഈക്വൽ ടു -86 ആണോ നോക്കും. അല്ലെങ്കിൽ എന്ത് വരും, ഇത് ഇവിടോട്ട് മൂവ് ചെയ്യും. കണ്ടോ, അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ 5 ആണ് കിടക്കുന്നത്. 5 ഈസ് ഈക്വൽ ടു 86 ആണോ നോക്കും. അല്ലെങ്കിൽ ഇത് ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ വരും. അപ്പോൾ ഇവിടെ -86 ആണ്. അപ്പം നമ്മൾ നോക്കും -86 ഈസ് ഈക്വൽ ടു -86 ആണോ നോക്കും. യെസ്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് 1 2 3 4 5 6 7 8 9 ആണ്. അപ്പോൾ ദ എലിമെന്റ് ഈസ് ഫൗണ്ട് ഇൻ 6th ലൊക്കേഷൻ. 6ാമത്തെ ലൊക്കേഷൻ്റെ അകത്ത് എലിമെന്റ് ഫൗണ്ട് ചെയ്തെന്ന് നമുക്ക് കാണിക്കും റിസൾട്ട്. ഇങ്ങനെയാണ് ലീനിയർ സെർച്ച്. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ നമ്മൾ ചെക്ക് ചെയ്തിട്ടും നമുക്ക് ഇപ്പം ഇവിടെ 86 അല്ലായിരുന്നു, വേറെ ഒരു എലിമെന്റ് ആണെങ്കിൽ 86 കമ്പയർ ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്താണ്, എലിമെന്റ് ഇസ് നോട്ട് ഫൗണ്ട് എന്ന് നമുക്ക് കാണിക്കും. ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്ന ഹെഡർ ഫയലാണ്. ഹെഡർ ഫയൽ ആദ്യം എഴുതിയിരിക്കുന്നു. ദിസ് ഇസ് ഹാഷ് ഇൻക്ലൂഡ് stdio.h ponyo.h പിന്നെ ഇൻറ്റ് മെയിൻ കൊടുത്തു. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അരയെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഐ എന്ന് പറയുന്ന ഫോർ ലൂപ്പിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിളാണ്. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് വേരിയബിളാണ്. ഓക്കെ, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എത്ര ഉണ്ടെന്നുള്ളതാണ് എൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആദ്യം എലിമെൻ്റ് ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. എലിമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും, ഫ്ലാഗ് 1 ആക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എലിമെൻ്റ് ഇല്ല, പ്രസൻറ്റ് അല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എടുക്കുന്നത്. അതാണ് ഫ്ലാഗിൻ്റെ വാല്യൂ 0 നമ്മൾ കൊടുത്തേക്കുവാണ്. നമുക്കിത് എന്ത് വേണമെങ്കിലും 1 വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് മറ്റിടത്ത് ചെല്ലുമ്പോൾ സെറ്റ് ചെയ്യണമെന്നുള്ളേ ഉള്ളൂ, 0 ആക്കണമെന്നുള്ളതേ ഉള്ളൂ ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു എലിമെൻറ്റ്, ലീനിയർ സെർച്ചിനകത്തൊരു എലിമെൻറ്റ് വേണമല്ലോ സെർച്ച് ചെയ്യാൻ, ആ എലിമെൻ്റാണ് എക്സ്. പിന്നെ എൻ്റർ ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്, എത്ര എലിമെൻ്റ് ആണ് എന്നുള്ളത് എൻ്റർ ചെയ്തു. ഓക്കെ, സ്കാൻ പെർസെൻറ്റേജ് ആമ്പർസെൻറ്റ് എൻ. പിന്നെ ഇനി നമ്മൾ എൻ്റർ ദ എലിമെൻറ്റ്സ് ആണ്. നമ്മൾ ആൽഗോരിതത്തിൻ്റെ അകത്ത്
എടുത്തേക്കുന്നത് സ്റ്റാർട്ടിങ് 1 എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ 1 എന്ന് കൊടുത്തു. I less than or equal to n എന്നാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് കണ്ടോ. അപ്പോൾ n എലിമെൻറ്റ്സ് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് എഴുതാൻ രണ്ട് സെയിം തന്നെയാണ്. ഫോർ i is equal to 0, i less than n, i plus plus എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതിന് പകരം ഞാൻ i equal to 1, i less than or equal to n എന്ന് കൊടുത്തേക്കുന്നുള്ളൂ. അൽഗോരിതത്തിനകത്ത് അവിടെ അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയേക്കുന്നതേ ഉള്ളൂ. എലിമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വെച്ച് റീഡ് ചെയ്തു. അപ്പോൾ n എലിമെൻറ്റ്സിനെ ഇവിടെ വെച്ച് നമ്മൾ റീഡ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യേണ്ട എലിമെൻറ്റിനെ നമ്മൾ റീഡ് ചെയ്തു. അതാണിത്. സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ആംപർസെൻറ്റ് എക്സ് ആണ് സെർച്ച് ചെയ്യേണ്ട എലിമെൻറ്റ്. അപ്പോൾ എക്സ് ആണ്, എക്സിനെ നമ്മൾ റീഡ് ചെയ്തു. അതിന് അരയ്ക്കകത്തും നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് 1 തൊട്ടിട്ട് n-1 വരെ n വരെയാണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, i less than or equal to n വരെ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇവിടെയും ഈ ഫോർ ലൂപ്പിനത് സെയിം കൊടുക്കണം. ഇവിടെ ഫോർ i equal to 0 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം, ഫോർ i equal to 0, i less than n, i plus plus കൊടുക്കണം. ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിനകത്ത് ഓരോ എലിമെൻറ്റും എടുത്ത് നോക്കുകയാണ്. ഇഫ് a of i എന്ന് പറയുന്നത് എക്സിനോട് ഈക്വൽ ആണോ നോക്കും. ആണെങ്കിൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഫ്ലാഗ് 1 എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഫൗണ്ട് ആണ്. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്ത എലിമെൻറ്റ് അരയ്ക്കത്തെ എലിമെൻറ്റ് ഉണ്ടെങ്കിൽ ഫ്ലാഗ് 1 ആക്കി. ഫ്ലാഗ് 1 എന്ന് പറഞ്ഞെങ്കിൽ എലിമെൻറ്റ് പ്രസൻറ്റ് ആണ് എന്നാണ്. ഓക്കെ, പ്രസൻറ്റ് ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള എലിമെൻറ്റ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട. ഓക്കെ, ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഈ ലൂപ്പിൻ്റെ വെളിയിൽ വരും. ഈ എലിമെൻറ്റ് എന്ത് ചെയ്യുക, ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി a of i equal to x അല്ലെങ്കിൽ ഇത് പിന്നെ തിരിച്ചു വന്ന് അടുത്ത എലിമെൻറ്റിനെ എടുക്കും. a of i is equal to x ആകുമ്പോൾ മാത്രം എന്ത് ചെയ്യും, ഫ്ലാഗ് 1 ആക്കി ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ എലിമെൻറ്റിൻ്റെ അത് എല്ലാം സെർച്ച് ചെയ്തു. ഇപ്പോൾ എല്ലാ എലിമെൻറ്റും സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സുമായിട്ട് ഈക്വൽ ആകുന്നില്ലെങ്കിൽ എന്തായിരിക്കും, ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആയിരിക്കും ലാസ്റ്റ് കിട്ടുന്നത്. അപ്പം ഫ്ലാഗിൻ്റെ വാല്യൂ ചേഞ്ച് ആകത്തില്ല. ഈക്വൽ ടു എക്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ, ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആകത്തുള്ളൂ. അപ്പോൾ ഇതിന് എൻഡ് വരെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗിൻ്റെ വാല്യൂ 0 തന്നെ ആണെങ്കിൽ എലിമെൻറ്റ് ഈസ് നോട്ട് ഫൗണ്ട്. അല്ലെങ്കിലോ എലിമെൻറ്റ് ഈസ് ഫൗണ്ട് എന്തായാലും പൊസിഷൻ, ഏത് പൊസിഷനിലാണ് i+1 അകത്ത് ഐയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ i+1 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. രണ്ട് ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഔട്ട്പുട്ട് 1, ഇത് ഔട്ട്പുട്ട് 2 ആണ്. അപ്പം 7 എലിമെൻറ്റ് 7 എലിമെൻറ്റ്സ് ആണ് റീഡ് ചെയ്യുന്നത്. 12, 5, 9, 45, 17, 3, 1 ഇത്രമാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് 17 ഞാൻ സെർച്ച് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ 17 ഇവിടെ ഉണ്ട്. എത്രാമത്തെ പൊസിഷനാണ്, 1, 2, 3, 4, 5. അപ്പോൾ ഇങ്ങനെ വന്നു, എലിമെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ പൊസിഷൻ 5. 5ൻ്റെ അകത്ത് എലിമെൻ്റ് ഉണ്ടെന്ന് വരും. ഓക്കെ, ഇനിയും അല്ല, എൻ്റർ ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 5 കൊടുത്തു. എൻ്റർ ദ നമ്പർ ഞാൻ കൊടുത്തതാണ് 7, 9, 6, 1, 3 ആണ് ഞാൻ കൊടുത്തതെങ്കിൽ ഓക്കെ കൊടുത്തു. എൻ്റർ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് 2 ആണ്. അപ്പോൾ 2 ഇവിടെ ഓൾറെഡി പ്രസൻറ്റ് അല്ലെങ്കിൽ എന്താണ്, എലിമെൻറ്റ് ഈസ് നോട്ട് ഫൗണ്ട് എന്ന് വരും. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ലീനിയർ സെർച്ചിന് അഡ്വാൻറ്റേജ്? ലീനിയർ സെർച്ച് ഈസ് സിമ്പിൾ. ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, അത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ഇംപ്ലിമെൻറ്റേഷൻ ഈസിയാണ്. ഓക്കെ, രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ ഡേറ്റ ഇൻ അറേ ടു ബി സ്റ്റോർഡ് ഇൻ എനി പർട്ടിക്കുലർ ഓർഡർ. ഓക്കെ, അതിനകത്ത് ഒരു ആവശ്യമില്ല ഇന്ന പർട്ടിക്കുലർ ഓർഡറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യണം എന്നുള്ള ഒരു അതുമില്ല. എങ്ങനെ വേണം നമുക്ക്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് വെരി പുവർ എഫിഷ്യൻറ്റ്. ഇത് അത്ര എഫിഷ്യൻ്റ് ഒന്നും അല്ല. ബിക്കോസ് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് കമ്പാരിസൺ ടു ഫൈൻഡ് പർട്ടിക്കുലർ റെക്കോർഡ് ഇൻ ബിഗ് ഫയൽ. ഇപ്പോൾ ഒരു വലിയൊരു ഫയലാണെങ്കിൽ നമ്മൾ ഓരോ എലിമെൻറ്റും, ഇപ്പം 1000 എലിമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓരോ എലിമെൻറ്റും എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് ലോട്ട് ഓഫ് കമ്പാരിസൺ വേണ്ടി വരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഫ് അൽഗോരിതം സ്കെയിൽ ലീനിയർലി വിത്ത് ദ സൈസ് ഓഫ് ദി ഇൻപുട്ട്. പെർഫോമൻസ് എന്ന് പറയുന്നത് ലീനിയർലി ആയിരിക്കും. എന്തുമാത്രം ഓരോ എലിമെൻറ്റും എടുത്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ ആ എലിമെൻറ്റിൻ്റെ സൈസ് ആയിരിക്കും അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ലീനിയർ സൈസ് ഇസ് സ്ലോവർ ദാൻ ദ അതർ സെർച്ചിങ് അൽഗോരിതം. ബാക്കിയുള്ള സെർച്ചിങ് അൽഗോരിതം വെച്ച് നോക്കുമ്പം ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് സ്ലോവർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് ലീനിയർ സെർച്ചിൻ്റെ അൽഗോരിതം എന്താണ്, അതിൻ്റെ എക്സാമ്പിളുമാണ് പഠിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ
സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.